ഒരു കാച്ചി എണ്ണയുടെ കൂട്ടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് തലയിൽ തേക്കുവാണെങ്കിൽ മുടിയുടെ വളർച്ച നന്നായിരിക്കും. അതിനോടൊപ്പം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇത് തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. കൂടാതെ തന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടല്ല കാച്ചി എടുക്കുന്നത്, സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഗുണം കൂടുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലീജ ആളുവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുടി കിളിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് തേക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ തേക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ച് കാച്ചിയിട്ടല്ല ഈ എണ്ണ റെഡിയാക്കുന്നത്, സൂര്യപ്രകാശത്തിൽ വെച്ച് ആണ് നമ്മൾ ഈ എണ്ണ റെഡിയാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ മുരിങ്ങയില, കൃഷ്ണ തുളസിയുടെ ഇല, കറിവേപ്പില, പിന്നെ ഉലുവ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് ഒരു 4 എണ്ണം, നെല്ലിക്ക ഉണക്കി പൊടിച്ചത് 1 ടീസ്പൂൺ, ചെമ്പരത്തിയുടെ ഇല ഉണക്കി പൊടിച്ചത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതിയാവും. അതിനോടൊപ്പം ശുദ്ധമായ വെളിച്ചെണ്ണ 1 കിലോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കിലോ വെളിച്ചെണ്ണ ഉണ്ടിത്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മൈലാഞ്ചിയുടെ ഇല ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, കൃഷ്ണ തുളസിയുടെ ഇല, മുരിങ്ങയില, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കിയിരുന്നത്. അതിനുശേഷമാണ് കാച്ചി എണ്ണ എന്നൊരു രീതിയിലേക്ക് മാറിയത്. അപ്പം ചില ആൾക്കാർ പറയാറുണ്ട് ചൂടാക്കിയ എണ്ണ തലയിൽ തേക്കരുതെന്ന് പറയാറുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഈ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുവാണ്. അതിനോടൊപ്പം ഒരു 4 കുരുമുളകാണ് എടുത്തേക്കുന്നത്. പനി അതുപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കുരുമുളക് കൂടെ ചേർക്കുവാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തേക്കുമ്പം അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്, വീട്ടിലിങ്ങനെ മമ്മി ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊടി ഐറ്റം ചെമ്പരത്തിയുടെ ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക ഉണക്കി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. പറ്റുമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക. അപ്പം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാച്ചിയ എണ്ണയാണിത്. ഇതിപ്പോൾ നമ്മൾ നല്ല വെയിലത്തോട്ട് വെക്കുക. ടെറസിലാണെങ്കിൽ ബെസ്റ്റ്. നമ്മൾ 2 ദിവസം എങ്കിലും വെക്കുവാണെങ്കിൽ നന്ന്. അതിനുശേഷവും നമുക്ക് 2 ദിവസം വേണമെങ്കിൽ വീട്ടിൽ അടച്ച് വെക്കാൻ പറ്റും. ഈ ഇലയുടെ സത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങണം. ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം മുഴുവൻ സത്തും ഈ എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ വെയിലത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. വെയിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ 2 ദിവസം വെക്കുക. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണിപ്പം. അതുകൊണ്ട് 1 ദിവസം വെച്ചാൽ മതിയാവും. അപ്പം എന്തായാലും ഞാൻ ടെറസിലോട്ട് പോവാണ് വെയിലത്ത് വെക്കാൻ. ഞാനിപ്പോൾ ഇത് ടെറസിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മണി വരെ നല്ല വെയിലത്ത് വെക്കാം. ഈ നല്ല വെയിലാണിപ്പോൾ ഇവിടെ. അതുകൊണ്ട് 1 ദിവസം വെച്ചാൽ മതിയാവും. ഇല്ല നന്നായിട്ട് ചൂടായില്ല എങ്കിൽ ഞാൻ 1 ദിവസം കൂടെ വെക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ഞാൻ സൂര്യപ്രകാശത്തിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം അങ്ങ് മാറി ആ ഇലയിലെ സത്തും കാര്യങ്ങളും ഗുണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ഞാൻ 2 ദിവസം വെച്ചു കേട്ടോ. എനിക്ക് ഒരു ദിവസം വെച്ചപ്പോൾ എനിക്ക് അത്ര തൃപ്തി വന്നില്ല, അതുകൊണ്ട് ഞാൻ 2 ദിവസം വെച്ചു. അപ്പോൾ നിങ്ങളത് വെയിലിൻ്റെ ഒരു ഇത് നോക്കിയിട്ട്, ചൂട് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക, 1 ദിവസം വെക്കണോ 2 ദിവസം വെക്കണോ എന്ന്. അപ്പം കുറച്ച് 1 ദിവസം 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അത് വെയിലിൻ്റെ ചൂടനുസരിച്ചിട്ട് വെച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു കുപ്പിയിലേക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിക്കാൻ പോവാണ്. എണ്ണ മുഴുവൻ ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ആണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.